ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിനിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന സ്ഥലത്ത് ഇത് മുൻകൂട്ടി കണ്ട് തടയാൻ കഴിയണമെന്നും കോടതി പറഞ്ഞു. അഹമ്മദ് മുസ്തഫ ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. മുസ്തഫ, ശബരിമല തിരക്കിലൊക്കെ നേരത്തെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായതാണ്. ഇത് എപ്പോഴാണ് കോടതി ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയത്? ഇതൊരു സുവമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് വിവിധങ്ങളായ സിറ്റിംഗുകൾ നേരത്തെ തന്നെ ദേവസ്വം ബെഞ്ച് നടത്തുന്നതുമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ തീർത്ഥാടകരുടെ തിരക്കിനനുസരിച്ച് കൃത്യമായി തന്നെ ആളുകളെ ഓരോ ദിവസത്തെ തിരക്കിനനുസരിച്ചും പ്രത്യേകമായി തന്നെ എണ്ണം കൂട്ടാമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിച്ചതാണ്. പക്ഷേ ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതി പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ മുൻകൂട്ടി കാണാവുന്ന ഒരു വിഷയം, കാര്യം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ ഇത് മുൻകൂട്ടി കണ്ട് തടയാനാകണം. അങ്ങനെ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ക്ഷമ ചോദിച്ചാൽ പോലും അത് അനുവദിക്കാനാകില്ല. ഇത് മുൻകൂട്ടി കണ്ട് തടയലാണ് ബന്ധപ്പെട്ട ആളുകളുടെ അധികൃതരുടെ, പോലീസിന്റെയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചുമതല. അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പിന്നീട് ക്ഷമ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒപ്പം തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്ന് ആരെയും കടത്തിവിടരുത്. പ്രത്യേകിച്ച് ഫേക്ക് പാസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഹാജരാക്കി ചില ആളുകൾ കടന്നു പോകുന്ന സംഭവങ്ങളുണ്ട്. അതൊരിക്കലും അനുവദിക്കരുത്. മാത്രമല്ല ഈ വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ സമയം, തീയതി, ദിവസം എന്നിവയിലൊക്കെ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെയും കടത്തിവിടരുത്. കൃത്യമായി തന്നെ അതുണ്ടാകണം. അങ്ങനത്തെ ആളുകളെ മാത്രമല്ല ആളുകൾ ബുക്ക് ചെയ്യുമ്പോൾ കൃത്യമായി ആ സമയത്ത് തന്നെ ആ ദിവസം തന്നെ നൽകണമെന്നൊരു പബ്ലിസിറ്റി കൃത്യമായി SMS-ലൂടെയും മറ്റു സന്ദേശങ്ങളിലൂടെയും ഒക്കെ തീർത്ഥാടകർക്ക് ബോധവൽക്കരണം നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കോടതി പറയുന്നുണ്ട്. വ്യാജ പാസുമായി വരുന്ന ആളുകളെയും കടത്തിവിടരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ജീന.